പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം യെശയ്യാ 58:9 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെയകറ്റുക. ഇന്ന് ഈശോ നമ്മോട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, മർദ്ദനവും ദുർഭാഷണവും കുറ്റാരോപണവും നമ്മിൽ നിന്നും ദൂരെയകറ്റുവാൻ ഈശോ ഈ തിരുവചനത്തിലൂടെ നമ്മെ ബോധവാന്മാരാക്കുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളുമെന്ന്. എൻ്റെ പൊന്നു സഹോദരരെ, ഈ തിരുവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയുവാനുള്ളത്, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ സദാ ചെവി കാതോർത്തിരിക്കുന്നൊരു ദൈവം, സദാ നമ്മെ നോക്കി കാണുന്ന ദൈവം, സദാ നമ്മെ വീക്ഷിക്കുന്ന ദൈവം. ഈശോ പറയുകയാണ്, നീ എന്തു തന്നെ പ്രാർത്ഥിച്ചാലും അതിന് ഉത്തരമരുളുന്നൊരു ദൈവമാണ് നിൻ്റെ കർത്താവെന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ അവിടുത്തോട് ചോദിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ചോദിക്കുവിൻ, നിങ്ങൾക്ക് തരും എന്നാണ് ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന്. കർത്താവ് സദാ നമ്മുടെ കണ്ണുനീരൊപ്പുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, നിലവിളിച്ച് ഈശോയുടെ മുമ്പിൽ ഞാനും നിങ്ങളും മുട്ടുകുത്തുമ്പോൾ ഈശോ പറയാണ്, നീ ഭയപ്പെടേണ്ട മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഇതാ ഞാനെന്ന്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ്: എന്നിലെ ദുർഭാഷണവും എന്നിലെ മർദ്ദനവും കുറ്റാരോപണവും അത് എന്നിൽ നിന്നും ദൂരെ അകറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ നാവിൻ്റെ ഉപയോഗം, പലവിധ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന നമ്മളുടെ പ്രവർത്തന രീതികൾ, ഇതിൽ നിന്നെല്ലാം നമുക്ക് മാറുവാനായിട്ട് സാധിക്കണം. ഈശോയെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെക്കുറിച്ച് ദുർഭാഷണം പറയുന്ന നമ്മുടെ നാവിനെ നിയന്ത്രിക്കുവാൻ, ഇതെല്ലാം നമുക്ക് സാധിക്കണം. ഈശോയാകുന്ന രക്ഷകനെ സ്നേഹിക്കുവാനും ഈശോയോട് കൂടെ ആയിരിക്കുവാനും നമുക്ക് സാധിക്കണം. അപ്പോൾ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ സദാ നമ്മെ കേൾക്കുന്ന ദൈവം, ഞാനും നിങ്ങളും നിലവിളിക്കുമ്പോൾ സദാ നമുക്ക് ഉത്തരം നൽകുന്ന ദൈവം, അവിടുന്ന് നമുക്ക് മറുപടി തന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ.